ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്നിട്ട് സ്ത്രീകൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കിടിലൻ ട്രിക്കാണ്. അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊരു ഒരുപാട് പൈസയൊന്നും ചിലവാക്കേണ്ടതില്ല. നമ്മളിപ്പോൾ തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ബാലൻസ് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഡ്രസ്സ് തയ്ക്കണതിൻ്റെ ബാലൻസോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. ഇപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ തയ്ച്ചതിൻ്റെ ബാലൻസ് ഉള്ള ക്ലോത്ത് നമ്മൾ തയ്ക്കുന്ന കടകളിൽ നിന്നും മേടിച്ചിട്ട് അവരത് കളയുന്ന ആ ക്ലോത്തുകൾ നമ്മൾ എടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നമുക്ക് വീട്ടിലിരുന്ന് ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. അതായത് അത് നമ്മൾ എത്രത്തോളം ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് കണ്ടിന്യൂഷൻ ചെയ്യുന്നതിനനുസരിച്ച് അത് നമുക്ക് ഓർഡർ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുക. അതായത് നമുക്ക് കട്ട് പീസ് വെച്ചിട്ട് നമുക്ക് ഒരു 4-5 വീതിക്ക് 4-5 അല്ലെങ്കിൽ 5 ഇഞ്ച് വീതിക്ക് അതിലെത്രയാണോ ആ കട്ട് പീസിന് കിട്ടുന്ന നീളം അതിനനുസരിച്ച് നമുക്ക് ആ കട്ട് പീസ് എത്രത്തോളം ഉണ്ടോ അതിൽ എടുക്കാൻ പറ്റാവുന്ന നീളം അതിലെടുക്കാൻ പറ്റാവുന്ന വീതിയും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് കുറച്ച് സ്ക്രഞ്ചീസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ അടുത്തുള്ള കടകളിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാനം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. ഇപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് ഒരുപാട് ഫാഷനായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഇത് കൂടുതൽ ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിപ്പോൾ ഭയങ്കര റേറ്റ് കൂടുതലാണ് കേട്ടോ. നമ്മളിപ്പോൾ പണ്ടൊക്കെ 10 രൂപയ്ക്കൊക്കെ കിട്ടിയിരുന്ന ഈ സംഭവം ഇപ്പോൾ നല്ല റേറ്റാണ് ഒരെണ്ണത്തിന് തന്നെ. അപ്പോൾ ഇഷ്ടം പോലെ തന്നെ നല്ല റേറ്റാണ് അതിനിപ്പോൾ അവർ കൊടുക്കുന്നത്. കടകളിലാണെങ്കിൽ സ്ഥിരമായിട്ട് നമ്മളിത് സെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിൽ നമ്മൾ ചെയ്യാൻ പറ്റാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വർക്ക് ചെയ്യുന്നത് കുറച്ച് ഫിനിഷിങ്ങിൽ ചെയ്യണം. പിന്നെ എടുക്കുന്നത് പീസിൽ സാറ്റിൻ്റെ ക്ലോത്ത്, വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ അതൊക്കെ ആകുമ്പോൾ നമുക്ക് റേറ്റ് കിട്ടുന്നതാണ്. ബാക്കിയുള്ളതാണെങ്കിലും നമുക്ക് അത്യാവശ്യം സെയിലായി പോകുന്നതാണ്. എല്ലാ ടൈപ്പ് കളേഴ്സ് ഉണ്ടെങ്കിലും അത് നമുക്ക് സെയിലായി പോകുന്നതാണ്. ഒരു പാക്കറ്റിൽ കുറച്ച് എണ്ണം വെച്ചിട്ട് നമ്മൾ അങ്ങനെ പാക്കറ്റുകളായിട്ട് ചെയ്തിട്ട് നമ്മൾ ഫാൻസി ഷോപ്പുകളിൽ കൊടുക്കുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു വരുമാനം കിട്ടുന്നതാണ്. വീട്ടിൽ ജോലി ഇല്ലാതെ ഇരിക്കുന്നവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റാവുന്ന ഐഡിയ ആണ്. ഇതിപ്പോൾ സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലെങ്കിലും കൈകൊണ്ടും ചെയ്യാൻ പറ്റാവുന്നതാണ്. അധികം ദൂരമൊന്നും ചെയ്യേണ്ടാത്തത് കൊണ്ട് തന്നെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന പരിപാടിയാണ് കേട്ടോ. സൈഡ് മാത്രം ഒന്ന് തുന്നി കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്കത് എന്തെങ്കിലും ഒരു ഈർക്കിളിയോ അതല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ വെച്ചിട്ട് നമുക്കത് മറിച്ചിട്ട ശേഷം നമുക്ക് കുറച്ച് മാസ്കിൻ്റെ എലാസ്റ്റിക് നമുക്ക് വാങ്ങിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അത് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. കുറച്ച് കൂടുതൽ മീറ്റർ കണക്കിന് ഒന്നിച്ച് വാങ്ങിക്കുമ്പോൾ നമുക്കത് ലാഭം ഉണ്ടായിരിക്കും. അങ്ങനെ ഹോൾസെയിൽ കടയിൽ നിന്ന് ഒന്നിച്ച് മേടിച്ചാൽ മതി. ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുകയാണെങ്കിൽ, കണ്ടിന്യൂഷനിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അതിനകത്തുനിന്ന് ഒരു വരുമാനമൊക്കെ കിട്ടുന്നത്. അല്ല ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല ഇത് ചെയ്യുക. അങ്ങനെയല്ല, വീട്ടിലുള്ള കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാനുള്ള സന്തോഷമാണെങ്കിലും നമുക്ക് പൈസ ഒന്നും ചിലവാക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ ബാലൻസ് ഉള്ള ഇതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് വേണ്ട അടിപൊളിയായിട്ടുള്ള രീതിയിൽ നമുക്കിതിങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും. തലേമ ഹെയർ ക്ലിപ്പായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് 2-3 തരത്തിൽ ചെയ്യാം കേട്ടോ. മുകളിലൊരു ഇത് തന്നെ നമുക്ക് ക്ലോത്ത് തന്നെ വെച്ച് മുകളിലൊരു പൂ പോലെ തുന്നി കെട്ടി കൊടുക്കുക. അതിൻ്റെ മുകളിൽ വല്ല ബട്ടൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. അന്നേരം ഒന്ന് കെട്ടി വയ്ക്കുക. ഒരു കുഞ്ഞ് കുടുക്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ അത് നമ്മളൊരു സ്ലൈഡ് ഒട്ടിച്ച് കൊടുക്കുക. ജസ്റ്റ് നടുക്ക് ഭാഗം ഒന്ന് കെട്ടി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ സ്ക്രഞ്ചീസുകൾ മാത്രമായിട്ട് തന്നെ ഡ്രസ്സുകൾക്ക് മാച്ചിന് ഡ്രസ്സിന് ചെറിയൊരു കട്ട് പീസിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കിതുപോലെ വീതി കുറഞ്ഞിട്ടും അധികം എന്താ പറയുക വലിപ്പത്തിലല്ലാത്ത ഇതും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ 1/3 എലാസ്റ്റിക് എടുത്താൽ മതി. നമ്മൾ എത്ര നീളം എടുക്കുന്നോ അതിൻ്റെ 1/3 എലാസ്റ്റിക്കിൻ്റെ ആവശ്യമൊക്കെ വരുന്നുള്ളൂ. മാസ്കിൻ്റെ ഇതുപോലെ 1/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കൊക്കെ ആണെങ്കിൽ നമ്മളത് കെട്ടിയിട്ട് കൊടുക്കുകയായിരിക്കും നല്ലത്. തയ്ക്കുകയാണെങ്കിൽ അത് ആ തയ്ക്കുന്ന ഭാഗത്ത് പെട്ടെന്ന് അത് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. 2 സൂചി വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്ന കാര്യമാണ് കേട്ടോ. ഒരു സൂചി ആകുമ്പോൾ മറ്റേ അറ്റം ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുപോകും. നമുക്ക് വീണ്ടും കെട്ടേണ്ടി വരും. 2 സൂചി ആകുമ്പോൾ ഒരു സൈഡിൽ ഒരു തെറ്റുഭാഗത്ത് നമുക്കൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്ക് അത് ഉറച്ചിരുന്നുള്ളൂ. അപ്പുറത്തെ ഭാഗത്ത് നിന്ന് നമുക്കത് കടത്തിയെടുത്ത് വരുന്ന നേരം വരയ്ക്ക് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് നീളം കൂടുതലിനനുസരിച്ച് ഞെറി കൂടുതൽ കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഞെറി കൂടുതൽ കിട്ടണമെങ്കിൽ നീളം കൂടുതൽ കിട്ടണം. പിന്നെ വീതി ഇപ്പോൾ എത്ര കുറവായാലും കുഴപ്പമൊന്നുമില്ല. കുറവായാലും കൂടുതലായിട്ടായാലും ചെയ്താലും ഇത് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് ഭംഗിക്ക് കൂടുതൽ എടുത്ത് കാണിക്കുക ഏറ്റവും കൂടുതൽ ഇതുപോലെ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വെൽവെറ്റിൻ്റെ മെറ്റീരിയലാണ്. അത് കാരണം കൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. എടുക്കുമ്പോൾ നല്ല ഷൈനിങ് ആണ്, നല്ല ഭംഗിയുണ്ട്.
അതുപോലെ തന്നെ സാറ്റിൻ്റെ ക്ലോത്ത് ആണെങ്കിലും അതിന് കുറച്ചും കൂടി ഭംഗി തോന്നിപ്പിക്കും. അതായത് കുറച്ച് ഞെറിയുണ്ടെങ്കിലാണ് കേട്ടോ അതൊരു ഭംഗി ഉണ്ടാവുന്നത്. തീരെ നീളം കുറവാണെങ്കിൽ ഇത്രയധികം ചുരുക്ക് കെടുക്കില്ല, അപ്പോൾ ഭംഗി ഇത്തിരി കുറയും. അങ്ങനെയാണ് കേട്ടോ അത്. പിന്നെ ഇത് ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ തയ്ച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ കാണിച്ചില്ല അതുപോലെ തയ്ക്കുക. അതിന് ശേഷം വേണമെങ്കിൽ ആ ഭാഗം തുന്നി കൊടുക്കുകയോ അല്ലെങ്കിൽ തയ്ച്ച് തന്നെ എടുക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലെങ്കിൽ അത് നമുക്ക് തുന്നി കൊടുക്കാൻ പറ്റാവുന്ന വീട്ടിലിരിക്കുന്ന കുട്ടികൾക്കൊക്കെയും അമ്മമാർക്ക് ഇങ്ങനെ ബാലൻസ് ഉള്ള ഡ്രസ്സ് തയ്ച്ചതിൻ്റെ ഇതേപോലെ ബാലൻസ് ഉള്ള തുണി വെച്ചിട്ട് നമുക്കിങ്ങനെ തുന്നി കൊടുക്കാവുന്നതേ ഉള്ളൂ. 1/3 എത്ര നമ്മൾ നീളം എടുക്കണം 1/3 നമ്മൾ എന്താ പറയുക ലാസ്റ്റിക് എടുക്കണം. അപ്പോഴാണ് നമുക്കത് ഒരു കൃത്യമായിട്ട് ഇത് കിട്ടുള്ളൂ നമുക്ക്. ഇത് നമ്മളിപ്പോൾ കുറച്ച് കൂടുതൽ നീളം എടുത്തിട്ടുണ്ട് കേട്ടോ. വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. ഇതിന് നമുക്ക് കുറച്ച് കൂടുതൽ നീളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ നീളം എടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ 1/3 ആകുമ്പോൾ ഇലാസ്റ്റിക്കും കുറച്ച് കൂടുതൽ നീളം എടുത്തിട്ടുണ്ട്. കുറച്ച് പ്രാവശ്യം മടക്കായിട്ട് നമുക്ക് ബണ്ണിടാൻ പറ്റും കേട്ടോ. സ്ക്രഞ്ചി ഇടാൻ പറ്റാവുന്നതാണ്. തലയിലിടുന്ന സ്ക്രഞ്ചീസ് നമുക്ക് കുറച്ച് പ്രാവശ്യം മടക്കി ഇടാൻ പറ്റാവുന്ന രീതിക്കാണ് ഇതുള്ളത്. ഇത് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ഒരു സൈഡിൽ നമ്മൾ സൂചി കുത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സൈഡിൽ എത്തണ വരെ നമുക്ക് ആ സമയം റിലാക്സ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ആക്കാം. അല്ലെങ്കിൽ മറ്റേ ഭാഗം നമുക്ക് അപ്പോഴേക്കും അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകും. അപ്പോൾ ഇതാണ് നമ്മൾ 2 സൂചി എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. ഇപ്പോൾ സ്റ്റിച്ചിങ് മെഷീൻ ഉള്ളവർക്ക് ഇത് ചെയ്തെടുക്കാം, അല്ലാത്തവർക്കും ചെയ്യാം. ബിസിനസ്സായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മെഷീൻ വേണം അത് അതിൻ്റേതായ രീതിയിൽ ചെയ്യാനായിട്ട്. കണ്ടിന്യൂസ്ലി ചെയ്യാനായിട്ട് നമ്മൾ തന്നെ തയ്ക്കണ ബാലൻസ് തന്നെ വേണമെന്നില്ല. കടകളിലൊക്കെ നമ്മൾ അവർ കളയുന്ന മെറ്റീരിയൽ എടുത്തു കൊണ്ടിട്ട് നമുക്ക് ചെയ്താൽ നമുക്കതൊരു ചെറിയൊരു വരുമാന മാർഗ്ഗമായിട്ട് വീട്ടിൽ ഇരിക്കുന്നവർക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ അത് കത്തിച്ച് കളയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ മെറ്റീരിയൽ വെറുതെ കളയുന്നത് കടകളിലെടുത്ത് നമ്മളിപ്പോൾ പറഞ്ഞു വയ്ക്കുകയാണെങ്കിൽ അത് കത്തിച്ച് കളയണേക്കാട്ടിലും മുമ്പ് നമുക്കത് തരും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കത് ഒരു ബിസിനസ് പോലെ തന്നെ ചെയ്യാം. അല്ല വീട്ടിലുള്ളവർക്കാണെങ്കിൽ നമ്മൾ തയ്ച്ച ഡ്രസ്സിൻ്റെ സെയിം കളർ മെറ്റീരിയൽ കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമായിരിക്കും. പിന്നെ മാത്രമല്ല ഇതിന് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണ്ടല്ലോ എന്നുള്ള രീതിയിലും കൂടിയാണ് നമ്മളിത് കാണിച്ചിട്ട്. അപ്പോൾ ഇത് കുറേ ആളുകളാണ്, ഒരുപാട് പേരാണ് ഇങ്ങനത്തെ ഐറ്റംസ് എന്താ പറയുക കൂടുതലായിട്ടും വാങ്ങിക്കുന്നത്. പണ്ടൊക്കെ വാങ്ങിച്ചിരുന്നത് ഇത് കുറേ കാലം മുമ്പായിരുന്നു ആളുകൾ ഇത് വാങ്ങിച്ചിരുന്നത്. പിന്നെയൊക്കെ ക്ലിപ്പുകളിലേക്ക് പോയി ഒരു കാലഘട്ടം മൊത്തം ആളുകൾ. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതന്നെ വീണ്ടും ആളുകൾ ഇഷ്ടപ്പെട്ടു, കുട്ടികളൊക്കെ വീണ്ടും ഇതന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ്, കുട്ടികളുടെ സന്തോഷം. അപ്പോൾ നമുക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളൊരു സന്തോഷം ആകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ പിന്നെ വരുമാനം ആവുകയും ചെയ്യും. ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യണമെങ്കിൽ പല മോഡലും പല വലിപ്പത്തിലും അങ്ങനെ രീതിയിലൊക്കെ ചെയ്താൽ അതൊരു ബിസിനസ് ആവുകയും ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. കമൻറ്റ്സൊക്കെ വളരെ കുറവാണ് എനിക്ക് ലഭിക്കാറ്. എന്താണെന്നറിയില്ല, എല്ലാവരും കണ്ടുപോകും എന്നല്ലാതെ, അല്ലാണ്ട് കമൻറ്റ് ഇടാൻ എന്താണ് എല്ലാവർക്കും മടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ഒരു കമൻറ്റ് ഇടുക. പിന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെന്ന് വെച്ചാൽ ഒന്ന് എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്